ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ഒരു 1/2 ലിറ്റർ പാൽ ഉപയോഗിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള രസഗുള വീട്ടിൽ തയ്യാറാക്കാൻ നോക്കാം. രസഗുളക്ക് നല്ല പൈസയാണ് പുറത്ത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പാക്കറ്റ് പാലായാലും ഏത് പാലായാലും നമ്മൾ പാടയെടുക്കാത്തത്, കാച്ചി പാടയെടുക്കാത്ത പാലായിരിക്കണം. അപ്പോൾ ആ പാൽ നന്നായിട്ട് തിളപ്പിക്കുമ്പോൾ എന്ന് വെച്ചാൽ പാട കെട്ടാതെ നമ്മൾ എന്ത് ചെയ്യണം, ഇളക്കിക്കൊണ്ടേ കൊടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പാല് പൊങ്ങി വരുന്നുണ്ട്, പതച്ച് പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പാല് തിളച്ച് വരുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഏതായാലും കുഴപ്പമില്ല. ആദ്യം 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് വേണമെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുക. അത് ചെറുനാരങ്ങ നീരായാലും വിനീഗറായാലും അങ്ങനെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാല് എന്താ പറയുക, നല്ലവണ്ണം പിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ 1 ടേബിൾ സ്പൂണും കൂടെ വിനീഗർ ചേർത്ത് കൊടുക്കണം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നാരങ്ങ നീരായാലും ഇതുപോലെ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് അതൊന്ന് പിന്നെയും പൊങ്ങാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ആ പൊങ്ങി വരുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും ആ പാല് പിരിഞ്ഞ് വരുന്നത്. അപ്പോൾ ആ ഒരു 2 സെക്കൻഡ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ പനീർ ഉണ്ടാക്കുന്നതാണ് ഇത് സംഭവം. അപ്പോൾ ഈ പനീർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ്, പനീർ കൊണ്ടാണ് നമ്മൾ രസഗുള ഉണ്ടാക്കുക. നമ്മൾ ചീസ് ഉണ്ടാക്കുമ്പോൾ നോർമലായിട്ട് പാല് പൊങ്ങി വരുന്നതിനേക്കാളും മുന്നേ നമ്മൾ വിനീഗറും ലെമൺ ജ്യൂസും ആഡ് ചെയ്യും. അപ്പോൾ ഇത് പൊങ്ങി വന്നിട്ടാണ് നമ്മൾ ആഡ് ചെയ്യുക കേട്ടോ. പനീർ ഉണ്ടാക്കുമ്പോൾ പൊങ്ങി വന്നിട്ടാണ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കിതൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഡ്രെയിൻ ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതിൽ വെള്ളം മുഴുവനായിട്ട് അരിച്ച് കളഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പനീർ യൂസ് ചെയ്യാൻ പറ്റൂ. പച്ചവെള്ളത്തിൽ കഴുകേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് അരിച്ച് കളഞ്ഞാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഒരു അരിപ്പയുടെ മേലെ ഒരു തുണി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സൗകര്യമായിരിക്കും. അല്ലെങ്കിൽ അരിപ്പയിൽ അതിൻ്റെ എന്താ പറയുക, പശപ്പ് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കൈവച്ച് എന്തായാലും കഴിയില്ല, കാരണം നല്ല ചൂടായിരിക്കും. അപ്പോൾ സ്പൂണ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഞെക്കി കൊടുക്കുക. നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പോകണം. അപ്പോൾ ഇതൊരു 1 മണിക്കൂർ ഇതുപോലെ ഇവിടെ ഇരിക്കട്ടെ. എന്നിട്ട് നമുക്ക് അതിന് ശേഷം നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്കിത് മെല്ലെ ഇതിൻ്റെ അകത്ത് നിന്ന് പുറത്തെടുത്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു എന്താ പറയുക, ഷീറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് പോയത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുത്തിട്ട് ഇനി നമ്മൾ നേരെ പനീർ ചെയ്യും പോലെ അങ്ങ് ചെയ്യല്ല വേണ്ടത്, നന്നായിട്ട് സ്മൂത്ത് ചെയ്യണം. ഇത് കൈ വെച്ചിട്ട് ഇപ്പം നമുക്ക് തൊടുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, ഹാർഡ്നെസ് മനസ്സിലാവും. ഇത് നമുക്ക് നന്നായിട്ട് കൈ വെച്ച് സ്മൂത്ത് ചെയ്തെടുക്കണം, അതായത് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കണം. എങ്കിലേ അത് നല്ല സോഫ്റ്റായി കിട്ടും. അത് നമുക്ക് കുഴച്ച് ലാസ്റ്റ് സമയമാകുമ്പോൾ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പോൾ നന്നായിട്ട് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെ ഒരു 2 മിനിറ്റ് ഒരു 5 മിനിറ്റ് കുഴച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളിപ്പോൾ 1/2 ലിറ്റർ പാൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇത്ര കിട്ടിയത്. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കഴിക്കേണ്ട രസഗുളയൊക്കെ ആണെങ്കിൽ ഇത് ധാരാളം തന്നെയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തുനിന്ന് നല്ല സോഫ്റ്റായി എന്താ പറയുക, നമ്മുടെ ഈ പനീറിൻ്റെ അകത്തുനിന്ന് നമുക്ക് ചെറിയ ചെറിയ പീസാക്കണം. അപ്പോൾ നമുക്ക് കൈവച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഹാർഡാണോ സോഫ്റ്റാണോ എന്ന്. അപ്പോൾ ഇനി ഓരോ ചെറിയ പീസ് എടുത്തിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമ്മൾ എടുക്കുന്ന ബോൾസിൻ്റെ ഡബിൾ സൈസായിരിക്കും നമുക്ക് എന്താ പറയുക, രസഗുള റെഡിയായി കിട്ടുമ്പോൾ ഉണ്ടാവുക. അതുകൊണ്ട് ഒരുപാട് വലുപ്പത്തിലുള്ള ബോൾസ് ഒന്നും എടുക്കണ്ട. നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന ഒരു വലുപ്പമില്ലേ, അതാവണമെങ്കിൽ അതിനെ നേരെ പകുതിയുള്ള ബോൾസാക്കി എടുത്താൽ മതി. അപ്പോൾ ബോൾസാക്കി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, കൈകൊണ്ട് നന്നായിട്ട് കോമ്പാക്റ്റ് ചെയ്യണം. അതായത് കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതുപോലെ ഒരു എന്താ പറയുക, ക്രാക്സ് ഒന്നും ഇല്ലാതെ നമ്മൾ ഇതാക്കി എടുക്കണം, ബോൾസാക്കി എടുക്കണം. അല്ലെങ്കിൽ നമുക്കിത് വീർത്ത് വരുമ്പോൾ പൊട്ടിപ്പോവും. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മുടെ എല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ പാനിലേക്ക് എന്താ വെച്ചാൽ ഈ ഒരു ഗ്ലാസ്സിൽ, എല്ലാവർക്കും സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഗ്ലാസ് അളവ് പറയുന്നത്, ഈ ഒരു ഗ്ലാസ്സിൽ പകുതി പഞ്ചസാര എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാരയുടെ നേരെ ഡബിൾ വെള്ളം എടുത്തിട്ടുണ്ട്. എത്രയാണോ നമ്മൾ പഞ്ചസാര എടുക്കുന്നത് അതിൻ്റെ നേരെ ഇരട്ടി വെള്ളം എടുത്താൽ മതി. അപ്പോൾ ഈ പഞ്ചസാര ഇതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കാൻ്റെ പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ പഞ്ചസാര സിറപ്പിലേക്ക് നമ്മൾ എന്താ പറയുക,
ഈ പനീറിൻ്റെ ബോൾസ് ഇട്ട് കൊടുക്കുക. പനീർ ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര കുറച്ചൊന്ന് കാരമലൈസ് ആയതുകൊണ്ടാണ് തോന്നുന്നു കളർ ചേഞ്ച് വന്നത്. അപ്പോൾ നമ്മൾ ബോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. നമുക്ക് മനസ്സിലാവും, ഒന്ന് തുറന്ന് നോക്കും, നമ്മളെ ബോൾസൊക്കെ ഡബിൾ സൈസായിരുന്നു. അപ്പോൾ നമ്മളെ ബോൾസൊക്കെ ഡബിൾ സൈസായിട്ടുണ്ട്. അപ്പോൾ കാരമലൈസിൻ്റെ കളർ നമ്മൾ രസഗുളയിൽ പിടിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മൾ നേരത്തെ ഇട്ടതിനേക്കാളും ഡബിൾ സൈസ് ബോളായിട്ടുണ്ട്. പിന്നെ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഗുലാബ് ജാമുൻ്റെ അത്രയ്ക്ക് തിക്നെസ് ഉണ്ടാവില്ല നമ്മൾ ഈ രസഗുളൻ്റെ ഈ സിറപ്പിന്. അതിനും കുറച്ചും കൂടെ തിക്നെസ് കട്ടി കുറഞ്ഞിട്ടായിരിക്കും, ഒരു വെള്ളം പോലെയായിരിക്കും നമ്മൾ ഈ സിറപ്പ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ച് ഏലക്കയുടെ അതിൻ്റെ മേലത്തെ തൊലിയൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ മറ്റ് റെസിപ്പീസിൻ്റെ വീഡിയോസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള രസഗുളയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇതുവരെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് ടാറ്റാ.